ഊണിന് കഴിക്കാൻ കാര്യമായിട്ട് തോരനൊന്നും ഇല്ലാതിരുന്ന ഒരു ദിവസം നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്നും പറഞ്ഞിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത് ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാന്നുള്ള സിമ്പിൾ ലഞ്ച് എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ അങ്ങ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു 8 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് റോസ്റ്റായിട്ട് വന്ന ശേഷം ഈ ഒരു പാനിൽ നിന്ന് പെട്ടെന്ന് മാറ്റട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ അത് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. അത് പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറിയുള്ളികളും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തെന്നാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി, കുരുയില്ലാത്ത പുളി കേട്ടോ, അതങ്ങനെ അങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതാട്ടോ ചേർക്കുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 1/4 കപ്പൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയുടെ അല്ലിയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നിന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഏകദേശം റെഡിയായി. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ചോറിലൊക്കെ കുട്ടിക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. അതുകൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നാണ് ക്രഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഞാനത് ഇങ്ങനെ വലിയൊരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചമ്മന്തി കണ്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് എന്തുകൊണ്ട് ഇത് ചട്ടിച്ചോറാക്കിക്കൂടാ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ചട്ടിയിൽ ഇങ്ങനെ ചോറ് കഴിക്കാൻ പ്രത്യേക ഒരു വൈബാണല്ലോ. അപ്പം വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു ചട്ടിച്ചോറ് കൂടെ റെഡിയാക്കി എടുത്തിട്ടോ. അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ വാഴയിലൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ആ വാഴയിലയിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഓംലെറ്റ് ഒന്നും പൊരിക്കാനുള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചട്ടിച്ചോറാക്കിയപ്പോൾ ഞാൻ ഓംലെറ്റ് കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയതായിരുന്നു, നമ്മുടെ ഇത് വെച്ചിട്ട്, പപ്പായ വെച്ചിട്ട്. അതും ഇതിലേക്ക് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തു. നമ്മുടെ ചമ്മന്തിയുടെ ചെറിയൊരു ബോൾസാക്കി എടുത്തിട്ട് ചമ്മന്തി വെച്ച് കൊടുത്തു. ഒരു ഓംലെറ്റും വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം, അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഊണാണ്. അപ്പം ഈ ഒരു സിമ്പിളായിട്ടുള്ള ഊണാണെങ്കിലും ഈ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു വൈബ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗം ഇങ്ങനെ ഫില്ല് ചെയ്യാൻ ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് പുളിയിഞ്ചി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് സെറ്റായി. ഇനി ഒന്ന് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഞ്ഞിയിലേക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇഷ്ടമായാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്